ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് താഴെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു? മാർക്കറ്റ് ഇന്നലെ ചെറിയൊരു ഡൗൺ സൈഡ് തന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ ഫസ്റ്റ് ക്യാൻഡിൽ മാത്രമാണ് ഡൗൺ സൈഡ് വന്നത്. അതിനുശേഷം ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് തന്നത്. ഇന്ന് ഓപ്പൺ ചെയ്ത് ഒരു ഡൗൺ സൈഡ്, അതിനുശേഷം ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഷാർപ്പ് റിക്കവറി എന്ന് തന്നെ പറയുന്ന രീതിയിൽ ഇന്ന് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അതിന്റെ മുകളിൽ വന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ഒരു റേഞ്ച് കഴിഞ്ഞ 7-8 ദിവസമായിട്ടുണ്ടാക്കിയ ഒരു റേഞ്ചിന് മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് എന്നതാണ്. നിഫ്റ്റി നിലവിൽ ഒരു ബുള്ളിഷ് വ്യൂവിലാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അത്ര തന്നെ എന്ത് ചെയ്തില്ല, പെർഫോം ചെയ്തിട്ടില്ല. പക്ഷേ 1.59% നിഫ്റ്റി ബാങ്കും 1.7% ഫിൻ നിഫ്റ്റിയും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് തന്നിട്ടില്ല എന്നതൊഴികെ നല്ല ഒരു മൂവ്മെന്റ് ആയിരുന്നു തന്നത്. അതേപോലെ സെൻസെക്സും അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗൺ സൈഡ് വന്നതിന് ശേഷം മാർക്കറ്റ് ഏകദേശം 1.7% അടുത്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ്. ഡെയിലി ക്യാൻഡിലിൽ നിഫ്റ്റി 50യും സെൻസെക്സും ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് തന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. അടുത്ത ദിവസവും ഒരു പോസിറ്റീവ് മൂവ്മെന്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇത് കണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കിയാൽ അറിയാം, ICICI ബാങ്ക് അടക്കം HDFC തുടങ്ങിയ എല്ലാ ബാങ്കുകളും 1.5% അല്ല, മുൻനിര ബാങ്കുകളൊക്കെ 1% മുകളിൽ മൂവ് ചെയ്ത് സ്റ്റോക്കുകളും അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തത്. നമ്മുടെ കയ്യിലുള്ള രാധിക ജോലിന്റെ കേശം 8% മുകളിൽ ഇന്നത്തെ ഒരു ദിവസം മൂവ് ചെയ്തിട്ടുണ്ട്. അരവിന്ദ് അതേപോലെ ബർഗർ പെയിന്റ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ അരവിന്ദ് മാത്രമാണ് 1.24% എന്നുള്ള ഡൗൺ സൈഡ് ചെയ്തിട്ടുള്ളത്, ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും നമ്മൾ SIP ചെയ്യുന്ന NMDC അടക്കം എല്ലാ സ്റ്റോക്കുകളും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റിന്റെ ക്യാൻഡിലാണ് നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളേക്കുള്ള വ്യൂ എന്ന് പറയുന്നത്, അടുത്ത ദിവസത്തെ മാർക്കറ്റ് വ്യൂ എന്ന് പറയുന്നത്, ഇന്ന് ക്ലോസ് ചെയ്തതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്താലും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും നമ്മൾ പോസിറ്റീവ് വ്യൂ ആണ് മാർക്കറ്റ് നോക്കി കാണുന്നത്. 24,637, 24,700 എന്നുള്ള ലെവലുകൾക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. 24,600 മുകളിലാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ 24,600 മുകളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 24,693, 24,800 എന്നുള്ള ലെവലുകൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പ്രത്യേകിച്ച് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നതാണ്. ഹോൾസെയിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 24,563 മുകളിൽ വന്നാൽ മാത്രം. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു W പാറ്റേൺ ബ്രേക്ക് ഔട്ടിലായിരുന്നു നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത്. 5 മിനിറ്റിന്റെ ക്യാൻഡിലാണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരുന്നു, 24,271 നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. അതിൽ ടാർഗറ്റ് വെക്കാൻ പറ്റിയിരുന്ന ഏരിയ നമ്മളെ സംബന്ധിച്ച് 24,400 ആയിരുന്നു. അത്യാവശ്യം നല്ല 1:2 അല്ലെങ്കിൽ അതിക്ക് മുകളിൽ എന്തുണ്ടായിരുന്നു, ടാർഗറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നിഫ്റ്റി ബാങ്കിന്റെ കേസിലാണെങ്കിൽ 50,600 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ, അല്ലെങ്കിൽ 50,600 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾസെയിലുള്ള ട്രേഡുകൾ മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ലാസ്റ്റ് സമയത്തുള്ള ഒരു പാറ്റേൺ കൂടി നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ട്രെൻഡ് ലൈൻ തന്നിട്ടുള്ളത് ഇപ്പോഴും മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നുള്ള ലെവലിലാണ്. ഒരു അസെൻഡിങ് ട്രയാങ്കിൾ എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 50,600 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 50,600 താഴെ 50,500 പോലും 50,600 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൾ സൈഡിൽ എൻട്രി എടുക്കാം. 50,850 അല്ലെങ്കിൽ അതിന്റെ മുകളിൽ 50,950, 51,950 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും, ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി ആണ് തിങ്കളാഴ്ച. നമുക്ക് മിഡ് ക്യാപ്പ് എന്ത് ചെയ്യാൻ പറ്റും, 12,740 മുകളിൽ വന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം, 768, 805 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്ത് നമുക്ക് പുതിയ ട്രേഡുകൾ എടുക്കാൻ പറ്റും. ഇന്ന് സെൻസെക്സിലായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ 79,513 മുകളിൽ വരുന്ന സമയത്ത് മുകളിലേക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്നത്തെ ഹൈല് ഫസ്റ്റ് ക്യാൻഡില്
ഈ ഒരു ഇൻവെർട്ടർ ഹാമർ തന്ന സമയത്ത് ഞാൻ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതിലൊരു 80 പോയിന്റിന്റെ മുകളിൽ പ്രീമിയത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, ഈ മൊമെന്റം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് 80 പോയിന്റ് അധികം ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ ഇൻവെർട്ടർ ഹാമർ ആണ് ഫോം ചെയ്തത്. എല്ലാ ദിവസവും എന്ത് ചെയ്തു, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, മാർക്കറ്റിൽ ഷാർപ്പായിട്ട് 663 80,000 എന്നുള്ള റൗണ്ട് ലെവലിലേക്ക് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു പുട്ട് സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്തതും 80,000 ഒരു റൗണ്ട് ലെവലിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ള ഒരു റൗണ്ട് ലെവലാണ് എന്നുള്ളതുകൊണ്ട്, റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും എന്നുള്ളതും റൗണ്ട് ലെവലാണ് എന്നുള്ളതും ഒരു സ്ട്രോങ് സെല്ലിംഗ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്തത്. 80 പോയിന്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ അവിടെ ടാർഗറ്റ് ചെയ്ത് കൂടുതലല്ല, ഇന്നത്തെ ഓപ്പണിംഗ് വരെ ടാർഗറ്റ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് എൻട്രി കിട്ടിയത് ഈ ക്യാൻഡിലാണ്. പക്ഷേ ഇതിൽ ഷാർപ്പ് മൂവ്മെന്റ് ആയതുകൊണ്ട് കുറെ ആൾക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായില്ല. അതിനുശേഷം ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്ന് നമുക്ക് ട്രേഡ് കിട്ടിയ ഏരിയകൾ എന്ന് പറയുന്നത്. നാളെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് സെൻസെക്സിൽ 80,500 മുകളിൽ വന്ന കോൾ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 80,653 80,990 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. വലിയ ഗ്യാപ്പ് അപ്പുകൾ വന്നു കഴിഞ്ഞാൽ, വലിയ 1% മുകളിൽ ഗ്യാപ്പ് അപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്യാപ്പ് അപ്പിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ, കോൾ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഡൗൺ സൈഡ് വന്നതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ക്യാൻഡിൽ അങ്ങനെയാണെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോത്തെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.